ആരും പേടിക്കണ്ട, അതിപ്പോൾ എൻ്റെ ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും ചെറിയൊരു ഭാഗം മാത്രമാണ്. രാവിലെ എണീറ്റ് വന്ന വഴിക്ക് തുടങ്ങിയതാണ് ഈ 2 ഹാമ്പർ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. രാത്രി രുദ്ര ഉറങ്ങിയതിന് ശേഷം മാത്രമാണ് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ കൈ കടത്താറുള്ളത്. പക്ഷെ ഇന്നലെ രാത്രി എൻ്റെ പ്ലാനിങ്ങുകളൊക്കെ തെറ്റിച്ച് കറണ്ട് പോയി. അതുകൊണ്ട് രാത്രി ചെയ്യാന്ന് വിചാരിച്ച ആ ഒരു പണി മുടങ്ങി കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കിടന്ന വഴിക്ക് കറണ്ടും വന്നു. പിന്നെ എനിക്ക് എണീറ്റ് ചെയ്യാനുള്ള മടി കാരണം ഞാൻ അങ്ങനെ കിടന്നുറങ്ങി. ഒരു 10-10:30 ആകുമ്പോൾ ഒരു ഹാമ്പർ മേടിക്കാനായിട്ടുള്ള ആള് വരും. അതിനു മുമ്പ് നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആദ്യം കൊടുക്കാനുള്ള സംഭവം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇനി രണ്ടാമത്തെ. ഇത് നമുക്ക് കൊറിയർ അയക്കാനുള്ളതാണ്. ഈ ഒരു ഹാമ്പർ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ഒരു ന്യൂ മോമിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സത്യം പറഞ്ഞ ആ ഒരു ടൈമിലുണ്ടല്ലോ, നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു ചോക്ലേറ്റ് കിട്ടിയാൽ പോലും നമുക്ക് പ്രത്യേക തരം ഒരു സന്തോഷമായിരിക്കും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണെങ്കിലും എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാര്യം പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും കെയർ ചെയ്യും. എല്ലാവരും നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ കഴിക്കാനും ഇതിനൊക്കെ ആയിട്ട് കൊണ്ടുവരും. പക്ഷെ ഡെലിവറി കഴിഞ്ഞ് ബേബിയുടെ പോലെ തന്നെ മറ്റുള്ളവരെ അമ്മേനെ കെയർ ചെയ്യുമ്പോൾ അത് ഇത്തിരി സ്പെഷ്യലാണ്. നമ്മളിതിങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ലെങ്കിലും സർപ്രൈസ് ആയിട്ട് നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്ന് നമുക്കും ആഗ്രഹം ഉണ്ടായിരുന്നുണ്ടാവില്ലേ? ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. എന്തായാലും ഈ ഹാമ്പർ കിട്ടുന്ന ആള് എന്തായാലും ഹാപ്പി ആയിരിക്കും എന്നല്ല, ആയി. അത് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കേൾപ്പിച്ചു തരാം. ചേച്ചിക്ക് അത് ഭയങ്കര ഇഷ്ടമായി. അതിലത്തെ ഹാൻഡ് റിട്ടൺ നോട്ടും പിന്നെ പോളറോയിഡ്സും എല്ലാം നല്ല ഇഷ്ടമായി. പോളറോയിഡ്സ് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഞാൻ കൊടുത്ത് ചേച്ചി ചുമ്മാ ഒരു പ്രിന്റ് എടുത്ത് വെക്കാൻ പോയിരിക്കുന്നു. പക്ഷെ ഇത് കറക്റ്റ് ആ ഒരു തീമിനനുസരിച്ച് ആക്കി വെച്ചതൊക്കെ അടിപൊളിയായിരുന്നു. എന്തായാലും ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഓവർവെൽമിങ് ഇമോഷൻസ് ആയിരുന്നു. എനിക്കും നല്ല ഇഷ്ടപ്പെട്ടു. എനിവേ താങ്ക് യു സോ മച്ച്. എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് സഹായത്തിന് ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട്. ആ സഹായമാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി ബാക്കിയൊന്നും പറയണ്ടല്ലോ അല്ലേ? അപ്പം അത്രയുള്ളൂ ഗൈസ്, ബൈ.